ഹലോ, അസ്സാം വലൈക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഈ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഞാൻ വന്നത് വല്ലാത്തൊരു പ്രയാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുഴുവൻ ആളുകളും വല്ലാത്തൊരു ഞെട്ടലിലും ആ ഞെട്ടൽ മാറിയിട്ടില്ല. ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി ഏകദേശം 1:30 മണിയോടെ നമ്മുടെ മേപ്പാടി മുണ്ടക്കയിൽ നടന്ന ആ ദുരന്തം ഇന്നും ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് മയ്യത്തുകൾ, ഒരുപാട് ആളുകൾ മണ്ണിൻ്റെ അടിയിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ വെള്ളത്തിൽ പോയവർ, ചെറിയ മക്കൾ, ഒരു പ്രദേശം അങ്ങനെ തന്നെ ഒലിച്ചു പോവാണ് പ്രിയപ്പെട്ടവരെ ചെയ്തത്. ഒരു കുന്ന്, ഒരു വലിയൊരു ഒരു പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ അതിനെ പറയാം ഒരു കുന്ന് അല്ലെങ്കിൽ ഒരു ഗ്രാമം എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. അവിടെ പള്ളിയുണ്ട്, അമ്പലമുണ്ട്, അതുപോലെ സ്കൂളുകൾ, ബിൽഡിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ. ആ ആ അതിൻ്റെ ഏറ്റവും മുകളിൽ റിസോർട്ട് ഉണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ മുകളിൽ നടന്ന റിസോർട്ടിൻ്റെ പണി അവിടെ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളിൽ എടുക്കാൻ വേണ്ടി, ഫില്ലർ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ JCB വെച്ചിട്ട് കുഴി എടുത്തിട്ടുണ്ട്. അപ്പം ഈ നമ്മളൊരു മലാൻ്റെ മുകളിൽ, ഒരു കുന്നിൻ്റെ മുകളിൽ, അതിൻ്റെ ചോട്ടിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ തിങ്ങി താമസിക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ വലിയ വലിയ ബിൽഡിങ്ങും അതുപോലെ കെട്ടിടങ്ങളൊക്കെ എടുക്കുമ്പോൾ ചില സ്ഥലങ്ങൾ ഇപ്പം കല്ല്, മണ്ണ്, പാറകളെല്ലാം ഇടകലർന്നിങ്ങനെ ജോയിൻ്റായി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അവിടെ നമ്മൾ മണ്ണ് മാറ്റിയിട്ട് കല്ല് പൊട്ടിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ഈ കുന്നും ഈ നിൽക്കുന്ന മലകളെല്ലാം വെള്ളം അങ്ങ് ഇറങ്ങി, വെള്ളം നമുക്ക് ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സംഗതിയല്ല വെള്ളം. ഈ മഴവെള്ളം ഇങ്ങോട്ട് അങ്ങനെ അങ്ങ് ഇറങ്ങിയിട്ട് ഈ പാറയുടെ മുകളിൽ നിന്ന് മണ്ണ് വിട്ടുപോയാൽ അത് അങ്ങനെ അങ്ങ് ഊരിപ്പോവുകയാണ്. ഇതിൻ്റെ താഴെക്കൂടെ ഒഴുകുന്നത് വളരെ ചെറിയൊരു തോടാണ്. ആ തോടിപ്പോൾ കടലായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരു പുഴയെന്ന് പറയാൻ പറ്റില്ല, അത്രക്കും വീതിയിലാണ് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഒഴുകി ചാലിയാർ പുഴയിലേക്ക് ഒഴുകുന്നത്. മാഷാ അല്ലാ, മാഷാ അല്ലാ. അവിടെ കണ്ടൊരു കാഴ്ച, അവിടെ കാണുന്നൊരു രംഗം, വീട് പാടെ തകർന്നു പോയി, തറ പോലും ഇല്ലാതെ ഒഴുകിപ്പോയി. അവിടെ ഈ മരങ്ങളും അതുപോലെ പിന്നെ ഒരുപാട് മരങ്ങളും ഈ ചെടികളും മറ്റൊക്കെ ഒഴുകിയിട്ടും ഇങ്ങനെ പോയിട്ടൊക്കെ തങ്ങി നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയുണ്ട്. ചെറിയ മക്കളുടെ കളിപ്പാട്ടകൾ, പുസ്തകങ്ങൾ, അതുപോലെ പിന്നെ നാൽക്കാലികൾ. ആ രംഗം നമുക്ക് അവിടെ പോയി കണ്ടവർക്കേ അതിൻ്റെ ഒരു പ്രയാസം മനസ്സിലാവുള്ളൂ. അള്ളാഹു കാക്കട്ടെ, സർവശക്തൻ നമ്മളെല്ലാ ആളുകളെയും കാക്കട്ടെ. ജാതി ഭേദമന്യേ അവിടെ ഏറ്റവും വലിയൊരു സങ്കടകരമായ കാര്യം, തോളോട് തോള് ചേർന്ന് എല്ലാ ആളുകളും എല്ലാ ജാതി മതങ്ങളും തിങ്ങി താമസിക്കുന്ന, വളരെ ഐക്യത്തോടെ, വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നൊരു നാടാണ്. പ്രത്യേകിച്ച് മേപ്പാടി എസ്റ്റേറ്റ് ഏരിയ. എസ്റ്റേറ്റിൽ പണിക്ക് പോയിട്ട് അവിടെ നമ്മുടെ ആ ചെടി വെട്ടുന്ന ആ കത്രിക, ഇതൊക്കെ അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. അതുപോലെ പിന്നെ നമ്മുടെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് പിഞ്ച്, നമ്മുടെ ചെറിയ മക്കൾ കളിക്കുന്ന ഒരുപാട് കളിപ്പാട്ടകൾ കണ്ട് സഹിക്കാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ. കാണുന്നതും നിങ്ങൾ ഇപ്പോൾ ഓരോ ന്യൂസിലൊക്കെ കാണുന്ന ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അത് നമുക്ക് വല്ലാതൊരു കാഴ്ചയാണ്. ഒരുപാട് ആളുകൾ, അവിടുന്ന് കുറച്ച് ആളുകളൊക്കെ പിന്നെ മാറിയിട്ട് ബംഗ്ലാവിലും മറ്റൊക്കെ താമസിക്കുന്ന പാവങ്ങളുണ്ട്. അവർ അവശേഷിക്കുന്നത് ആ സാധുക്കൾ മാത്രമാണ്. അവരെ വീടെല്ലാം ഒലിച്ചു പോയി, എല്ലാം പോയി അവർക്ക് ഇനി ഒന്നും അവിടെ ബാക്കിയില്ല. പ്രിയപ്പെട്ടവരെ, ആ കഴിയുന്ന ആളുകൾക്ക് അവരുടെ സ്ഥലമോ അവരുടെ വീടോ ഒന്നുമില്ല, എല്ലാം ഒലിച്ചുപോയി. അവർക്ക് ഇനി ഇതുപോലെ ഒരു മഴ വരുമ്പം കയറി നിൽക്കാൻ ഒരിടമില്ല അവർക്ക്.
ആരെയൊക്കെയോ ആശ്രയിക്കണം, ആരെയൊക്കെയോ കാണണം. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൈകോർക്കേണ്ടത്. ആ പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആരോ ആവട്ടെ, അത് നമ്മളെ കൂടെപ്പിറപ്പാണ്. നമുക്ക് ചേർത്ത് പിടിക്കണം അവരെ. അവർക്ക് വീട് വേണ്ടേ? നമുക്ക് കിടന്നുറങ്ങാൻ ഒരു കൊച്ചു വീടുണ്ടെങ്കിൽ വേണം അവർക്കും ഒരു കൊച്ചു വീട്. അതിനാണ് നമ്മളിനി കൈകോർക്കേണ്ടത്. ഒരുപാട് ആളുകൾ അവിടത്തേക്ക് ഭക്ഷണ കിറ്റും ഭക്ഷണ സാധനങ്ങളും അതുപോലെ തുണികളും ഒക്കെ ആയിട്ട് പല നാട്ടിൽ നിന്നും മാഷാ അല്ലാ പ്രിയപ്പെട്ടവർ വരുന്നുണ്ട്. കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ആംബുലൻസ്, അതുപോലെ പിന്നെ കബർ കുഴിക്കാൻ ആളുകൾ എല്ലായിടത്തും നിന്ന് ഓടിയെത്തുകയാണ് പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ. നമ്മളെ കൂടപ്പിറപ്പാണ് പോയത്. നമ്മളെ കൂടപ്പിറപ്പാണ് മണ്ണിൻ്റെ അടിയിലുള്ളത്. ചേർത്ത് പിടിക്കാൻ വേണ്ടി എന്താണോ ആ നാട്ടിൽ ചെയ്തു കൊടുക്കേണ്ടത്, എങ്ങനെ വരികയാണ് ഇന്ന് രാവിലെ ഇന്നലെ എന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇരിട്ടിയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. എന്നോട് പറഞ്ഞു, പോക്കുക ഞങ്ങൾ വരുന്നുണ്ട്, 3 ആംബുലൻസുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും. ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ അവിടെ എത്തും. മാഷാ അല്ലാ, ഞാനിന്ന് കണ്ടു. രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി, എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു മരണമുണ്ടായിരുന്നു. അവിടത്തേക്ക് പോകുമ്പോൾ ആ പറഞ്ഞ ആംബുലൻസ് അങ്ങോട്ടേക്ക് ചീറിപ്പാറി പോവുകയാണ്. വല്ലാത്തൊരു കാഴ്ചയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ ഇന്നലെ രാവിലെ മുതൽ ഒരു ഏകദേശം ഒരു 10-10:30 മുതൽ 11 മണി മുതൽ ഞാൻ ഒരു 6, 6:30, 7 മണിയോളം ഞാൻ നമ്മുടെ മേപ്പാടി ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടായിരുന്നു. രംഗം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉറ്റവർ, ഉടയവർ, ചെറിയ മക്കൾ, താത്തമാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, കാക്കന്മാർ, എല്ലാ ആളുകളും നമ്മുടെ കൂടപ്പിറപ്പ് കൊണ്ടുവന്ന് കിടത്തുന്നൊരു രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്താണ് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. അള്ളാഹുവിൻ്റെ കലാ അങ്ങനെയാണ്. നമ്മൾ വിചാരിച്ച വഴിക്കല്ല കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നത്. വളരെ വളരെ പ്രയാസപ്പെട്ട ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. മക്കളും മരുമക്കളും പേരക്കുട്ടികളെല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾ. ബാപ്പയെ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മോള് പോയത് മാത്രം നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട വാപ്പ. എല്ലാം നഷ്ടപ്പെട്ട് ഏകദേശം ഒരു കുടുംബത്തിൽ 18 ആളോളമുള്ള ഒരു കുടുംബത്തിൽ 16 ആളും മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി. ആലോചിക്കണം നമ്മൾ. വല്ലാത്തൊരു കാഴ്ചയാണ്. എന്ത് പരീക്ഷണമാണ് റബ്ബേ, എന്തൊരു പരീക്ഷണമാണ്. അള്ളാഹുവിൻ്റെ പരീക്ഷണം അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ അയൽവക്കത്ത്, നമ്മുടെ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഏതെങ്കിലും വലിയ വലിയ സമ്പന്നന്മാർ അല്ലെങ്കിൽ മുതലാളിന്മാർ വന്ന് ഈ റിസോർട്ട് പണിയുന്നതിന് ഒരു പരിധിവരെ നമ്മൾ അതിനെ ഒരു തടയിട്ടേ പറ്റും. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, കുന്നും മലകളിൽ റിസോർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ചെരുവിൽ താമസിക്കുന്ന ഈ നിഷ്കളങ്കരായ പാവപ്പെട്ടവരെ ഒരു വിലയും കൊടുക്കാതെ, ആ ജീവൻ ഒരു വിലയും കൊടുക്കാതെ റിസോർട്ട് പണിയുന്ന ഇവിടുത്തെ മാഫിയകൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ വേനൽക്കാലത്ത് ആ റിസോർട്ടിൽ നിന്നും കിട്ടുന്ന പൈസയും മേടിച്ച് നല്ല മഴ വരുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിഗ്നൽ നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ നിങ്ങൾ റിസോർട്ട് പൂട്ടി താക്കോലും എടുത്ത് പോകും. ഈ പാവപ്പെട്ടവർ അതിൻ്റെ ചെരുവിൽ തന്നെ കഴിയുകയാണ്. ഓർക്കണം നിങ്ങൾ. പ്രയാസമുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് എത്ര പറഞ്ഞാലും ആ മനസ്സിൽ നിന്ന് പോകുകയില്ല ഈ കാര്യങ്ങളൊന്നും. കണ്ടവർക്കേ അറിയുള്ളൂ, അവിടെ പോയവർക്കേ അറിയുള്ളൂ. എല്ലാ ആളുകളും പല രാജ്യത്തു നിന്നും പല നാട്ടിൽ നിന്നും നമ്മളെ കൂടപ്പിറപ്പുകളെ കൂടെ ചേർത്ത് പിടിക്കാൻ ആളുകൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഓരോ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു വീട്, അവർക്ക് വേണ്ടി ഒരു 2-3 സെൻറ്റ് സ്ഥലം ഇങ്ങനെ
ഒരു വീട് വെച്ച് കൊടുക്കാൻ നല്ല മനസ്സില്ല ഒരുപാട് ആളുകൾ നമ്മളെ കേരളത്തിലുണ്ട്, അറിയാം. അള്ളാഹു ആ ഒറ്റപ്പെട്ടവർക്കൊക്കെ നല്ലൊരു വീടും നല്ലൊരു ജീവിതവും അള്ളാഹു അവർക്കും ഒക്കെ നമുക്കൊക്കെ നല്ലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ അള്ളാഹു വിധി നൽകട്ടെ. അവർക്കൊക്കെ വീട് കൊടുക്കാനും വീട് കിട്ടാനൊക്കെ അതിനുള്ളൊരു വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാ ആളുകളും, എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആ പാവങ്ങളെ ചേർത്ത് പിടിക്കണം നമുക്ക് അവരെ. രംഗം വളരെ കഷ്ടതകൾ, അവരുടെ ഒരു പ്രയാസങ്ങൾ നമ്മളും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്. നമ്മൾ 1 രൂപയാണോ, ആ 1 രൂപ ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എത്താൻ ശ്രമിക്കുക. അവർക്കൊരു വീട്, അവർക്കൊരു കൊച്ചു വീട്, ഇതേപോലെ മഴ പെയ്യുമ്പോൾ കയറി നിൽക്കാൻ ഒരു അധീനം നമ്മൾക്ക് കൈകോർക്കാം. ഇൻഷാ അല്ലാ അതിനുള്ള എല്ലാ ഭാഗ്യവും നമുക്കെല്ലാവർക്കും സർവശക്തൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഉണർത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും.